തീർച്ചയായിട്ടും ആ ഭക്തി ആഴി പോലെ സന്നിധാനത്തെ ആ വലിയ ആഴി പോലെ ജ്വലിച്ച് ഉയരുകയാണ്. ഇപ്പോൾ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് 18-ാം പടി ചവിട്ടാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ കുറെ അയ്യപ്പ ഭക്തർ കാത്തിരുന്നിരുന്നു. അവരൊക്കെ പുല്ലുമേട് വഴി ഇറങ്ങി വരുന്നവരാണ്. അങ്ങനെ രണ്ടു വഴിയിലൂടെയാണ് സന്നിധാനത്തേക്കുള്ള അയ്യപ്പ ഭക്തരുടെ യാത്ര. പമ്പയിൽ നിന്ന് കയറി സന്നിധാനത്തേക്ക് വരുന്നവരുണ്ട്. അതുകൂടാതെ പുല്ലുമേട് വഴി ഇടുക്കിയിൽ നിന്നും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള അയ്യപ്പ ഭക്തർ പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് വരുന്നുണ്ട്. അവർ വരുമ്പോൾ ഈ വലിയ നടപ്പന്തലിൽ നിന്നും അല്ലെങ്കിൽ ബാബരസ്വാമിയുടെ നടയിൽ നിന്നുമൊക്കെയാണ് അവരെ ഇവിടേക്ക് കയറ്റിവിടുന്നത്. ചില അയ്യപ്പ ഭക്തരുടെ കയ്യിൽ ഈ തെങ്ങിൻ തൈകൾ കാണാം. അത് 18 വർഷം പൂർത്തിയാക്കുന്ന അയ്യപ്പ ഭക്തരാണ്. അവർ ഗുരുസ്വാമിയായി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കുഞ്ഞു മാളികപ്പുറങ്ങൾ, ഒരുപാട് കുഞ്ഞു മാളികപ്പുറങ്ങൾ ഈ വർഷം മകരവിളക്കിന് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ്. നേരത്തെയും നമ്മൾ ഇന്നലെ പാണ്ടിത്താവളത്ത് പോകുമ്പോഴുമൊക്കെ ഈ മാളികപ്പുറങ്ങൾ മകരവിളക്ക് ദർശനത്തിന് വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടു. എവിടെ നിന്നാണ്? ചെന്നൈ. മാളികപ്പുറം പേര് കന്നിസ്വാമിയാ? കന്നി മാളികപ്പുറം 22 വെച്ചാൽ കന്നിച്ചാമി. അങ്ങനെ ഒരുപാട് മാളികപ്പുറങ്ങളും കുഞ്ഞു മണികണ്ഠന്മാരും ഒക്കെ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് മകരവിളക്ക് ദർശനത്തിനായിട്ട്. ഇവരെല്ലാം മകരവിളക്ക് കണ്ട ശേഷമാണ് മടങ്ങുന്നത്. അങ്ങനെ ശബരിമല ഭക്തിസാന്ദ്രമാകുന്നു. മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി നാളെ എന്ന ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മകരസംക്രമ പൂജ കഴിഞ്ഞ് വൈകുന്നേരം തിരുവാഭരണം ചാർത്തി അയ്യപ്പസ്വാമിക്ക് ദീപാരാധന നടക്കും. അതിനുശേഷമാണ് സന്നിധാനത്തെ ഏറ്റവും എല്ലാവരും കാത്തിരിക്കുന്ന പൊന്നമ്പല വീട്ടിലെ ആ മകരവിളക്ക് ഉത്സവം, മകരജ്യോതി കാണുന്നത്.